ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചാണ്. വിൻഡ് ട്രീ ബൈൻ, വെൽഡ് ഗ്രേപ്പ്, അഡമന്റ് ക്രീപ്പർ, ഡെവിൾസ് ബാക്ക് ബോൺ, സ്ക്വയർ സ്റ്റാർട്ട് ടു വൈ, ബോൺ സെറ്റർ എന്നിങ്ങനെ പേരുള്ള ചങ്ങലം പരണ്ട എന്ന സസ്യമാണ് ഈ കാണുന്നത്. തമിഴിൽ ഇതിനെ പിരന്ത എന്നാണ് വിളിക്കുന്നത്, ഹിന്ദിയിൽ ഹജ്ജോത് എന്നും. ഈ വിൻറ്റേസിയ ഫാമിലിയിൽപ്പെട്ട ഈ ചെടിയുടെ സയന്റിഫിക് നെയിം സൈസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ്. ഇതിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏഷ്യയും അറേബ്യൻ പെൻസിലയും പിന്നെ ആഫ്രിക്കയും ഒക്കെയാണ്. ട്രോപ്പിക്കൽ ഏഷ്യ എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുമായിട്ട് ചുറ്റുപെട്ട് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ ഉണ്ട്. അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ഇതിന്റെ കോമ്പോസിഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് റിച്ച് ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് ഫ്ലേവനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, സാപ്പോണിൻസ്, ടാനിൻസ്, സ്റ്റെറോയിഡ്സ് ആൻഡ് ടൈറ്റർ പെനോയിഡ്സ്. ഇതൊക്കെ കൂടാതെ ന്യൂട്രിയൻ റിച്ചും, അതായത് വൈറ്റമിൻ സി, കാൽഷ്യം, ബീറ്റ കാരറ്റീൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് പണ്ടുപോലെ ഈ ചങ്ങലം വരണ്ട എന്ന് കേൾക്കുമ്പോഴേക്കും ആദ്യം ഓർമ്മയിൽ വരുന്നത് ബോൺ ഹെൽത്ത് ആണ്. ഇത് ബോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ എക്സെപ്ഷണൽ ആണ്. പിന്നെ ഫ്രാക്ചർ ഹീലിംഗ് ആക്സലറേറ്റ് ചെയ്യും. അതായത് നമ്മൾ വീണ് എല്ലിന് പൊട്ടോ ഒടിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചതച്ച ആ ഭാഗത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രാക്ചർ ഹീൽ ചെയ്യുന്നതിന്റെ സ്പീഡ് ഇത് ആക്സലറേറ്റ് ചെയ്യും. അതായത് പെട്ടെന്ന് ഹീലായി കിട്ടും. ഇത് വെക്കുമ്പോൾ ചില ആൾക്കാർക്ക് തൊലിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്, പക്ഷെ അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇതിന് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും, അതുപോലെ തന്നെ ഈ ജോയിന്റ് പെയിൻസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ മുട്ടുവേനൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ച് ആ മുട്ടിൽ തേച്ച് പിടിപ്പിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി ഇത് വെയിറ്റ് മാനേജ്മെന്റിന് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് റിച്ചും ആണ്. അതുകൂടാതെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തും ഇംപ്രൂവ് ചെയ്യും. ഇത് അൾസേഴ്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ചമ്മന്തിപ്പൊടിയുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ചമ്മന്തിപ്പൊടി ചേർക്കാനാണെങ്കിലും ചമ്മന്തി അരയ്ക്കാനായാലും ഉള്ള പ്രിപ്പറേഷൻ്റെ രീതികൾക്കുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആയുർവേദത്തിലും സിദ്ധ മെഡിസിൻസിലൊക്കെ ഒരുപാട് ഇത് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ടും ബോൺ ഫ്രാക്ചേഴ്സ് ട്രീറ്റ് ചെയ്യാനും പിന്നെ ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആണ്. അത് എല്ലിലെ മിനറൽ ഡെൻസിറ്റിയും പിന്നെ എല്ലിൻ്റെ മാസമൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ പെട്ടെന്ന് എല്ലുകൾ ഒടിയുകയൊക്കെ ചെയ്യും. എല്ലിൻ്റെ ക്വാളിറ്റിയും സ്ട്രക്ചറും ഒക്കെ ചേഞ്ച് ചെയ്ത് പ്രോപ്പർ ആക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹെമറോയിഡ്സ്, അതായത് പൈൽസ്, ആസ്മ, ഗൗട്ട് എന്നിവ ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഈ ഗൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അതായത് ഈ ജോയിൻസിലും തള്ളവിരലിലൊക്കെ വരുന്ന ഇൻറ്റൻസ് പെയിൻ, പെട്ടെന്ന് വരുന്ന ഇൻറ്റൻസ് പെയിൻ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് മെൻസ്ട്രുവൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനെതിരെയാണ്. പിന്നെ ഇതൊരു അഫ്രോസിഡിയാക്കോ ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഓവറോൾ വൈറ്റാലിറ്റിക്കും ഹെൽത്തിനുമായിട്ടുള്ള ഒരു ടോണിക് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് ചമ്മന്തി വരെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ടോക്സിക് അല്ല ഏതായാലും. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ക്വാഡ്രാങ്കുലർ സ്റ്റെമ്മാണ്. ആ സ്റ്റെമ്മും തമ്മിൽ ജോയിൻസ് ഉണ്ട്. നമ്മുടെ എല്ലുകൾ ജോയിൻ ചെയ്തേക്കുന്ന മാതിരി തന്നെയാണ് ഇത് ജോയിൻ ചെയ്ത് പോയേക്കുന്നത്. ഒരു 1.5 മീറ്റർ വരെയൊക്കെ ഹൈറ്റ് എത്തും. പക്ഷേ മെയിനായിട്ട് ഇതൊരു ക്രീപ്പറാണ്. ഇതിങ്ങനെ കയറി പോകും. നമ്മുടെ കോവൽ പോലെയുള്ള മറ്റേ സ്പ്രിങ് പോലെയുള്ള ഇത് വെച്ചിട്ട് ഇത് പിടിച്ച് കയറി പോകും. ഇതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കൂർത്ത പല്ലിൻ്റെ ഷേപ്പിലുള്ള ലീവ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില ടൈമിൽ ചെറിയ ഗ്രീനിഷ് ഫ്ലവേഴ്സും ചെറിയ റെഡ് ഫ്രൂട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒരു ജോയിൻറ്റ് ഒടിച്ച് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പലയിടത്തുനിന്ന് എങ്ങനെ ഇതിൻ്റെ വേറെ ഇറങ്ങിക്കണേന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ അസിഡിക് ടു ആൽക്കലൈൻ pH റേഞ്ച് ഉള്ള വെൽ ഡ്രെയിൻഡ് 20 to 30 ഡിഗ്രി ചൂടും ഡയറക്റ്റോ ആയിട്ടുള്ള സൺലൈറ്റ് ഇതിന് ഓക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.